ഈ മലയോര മേഖലയിലെ പാവപ്പെട്ട കുടിയേറ്റ കർഷകനെ വന്യജീവികളെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഹറാസ്മെന്റും വെച്ച് കുടിയിറക്കാനുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുന്ന ഒരു സർക്കാരായി പിണറായി വിജയൻ സർക്കാർ മാറിയിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഇന്ന് ഈ നിലയിലുള്ള അമിത അധികാരം ഇവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അതിനപ്പുറം ഇവിടുത്തെ സർക്കാരിന്റെ അല്ലെങ്കിൽ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് എന്ന് പറഞ്ഞാൽ ഇതേ നിയമത്തിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത് ചന്ദന മരങ്ങൾ വെട്ടിവിൽക്കുന്നതിന് ഉള്ള ചന്ദന ലോബിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നാളിതുവരെയും ചന്ദന മരങ്ങൾ സ്വകാര്യ ഭൂമിയിൽ നിന്നിരുന്നാലും, സ്വകാര്യ ഭൂമി എന്ന് പറയുമ്പോൾ സർക്കാർ പതിച്ചു കൊടുത്ത ഭൂമിയിൽ നിൽക്കുന്ന ചന്ദന മരങ്ങൾ വെട്ടാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ചന്ദന ലോബിക്ക് ഒരു വശത്തുകൂടി ആനുകൂല്യം കൊടുക്കുകയും മറുവശത്തുകൂടി കുടിയേറ്റ കർഷകന്റെ കഴുത്തിന് പിടിച്ച് അവനെ കുടിയിറക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരായി പിണറായി വിജയൻ സർക്കാർ മാറിയിരിക്കുകയാണ്. ഈ ഒരു ഫോറത്തിലും ഇത് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ MLA-മാർക്ക് ആർക്കും ഇതിന്റെ കോപ്പി നൽകിയിട്ടില്ല, അല്ലെങ്കിൽ ഇതുമായിട്ടൊരു കൺസൾട്ടേഷനോ ആലോചനയോ ഈവൻ സബ്ജക്ട് കമ്മിറ്റി പോലും പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് പറയുമ്പോൾ സർക്കാരിന് വേണമെങ്കിൽ ഏകപക്ഷീയമായി ഈ അമെന്റ്മെന്റ് കൊണ്ടുവരാനുള്ള അവകാശവും അധികാരവും ഒക്കെ ഉണ്ട്. അത് നിയമസഭയുടെ ടേബിളിൽ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നിയമസഭയിൽ ഇത് വരാൻ പോകുന്നേ. തീർച്ചയായിട്ടും അതിശക്തമായി ഈ ജനവിരുദ്ധ കർഷക വിരുദ്ധ സാധാരണ ജനങ്ങളെ ഇത്രയേറെ പ്രയാസപ്പെടുത്തുന്ന ഇതിനെ പ്രതിപക്ഷം തീർച്ചയായിട്ടും അതെല്ലാം മലയോര മേഖലയിലാണ് കൂടുതലായിട്ടും പട്ടയം അനുവദിച്ചിട്ടുള്ള പട്ടയഭൂമിയുള്ളത്. പട്ടയഭൂമിയിൽ വീട് വെക്കാനും കൃഷിക്കും മാത്രമല്ലാതെ മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല, ഉപയോഗിക്കാൻ അനുമതി നൽകരുത് എന്ന് പറഞ്ഞ ഉത്തരവ് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് 3 മാസത്തിനകത്ത് ഇറക്കിയ ആദ്യത്തെ ഉത്തരവാണ്. അതിന് പിന്നാലെ ഒന്നിനു പിറകെ ഒന്നായി ഇപ്പോ ഇടുക്കിയിലോ മറ്റു മേഖലയിലോ ഒക്കെയുള്ള ഈ ഹൈക്കോടതിയിൽ ഇവര് നിരന്തരം സ്വീകരിച്ചു വന്ന നിലപാടുകൾ പട്ടയ വിഷയത്തില്, കർഷകരുടെ വിഷയത്തില്, കുടിയേറ്റ കർഷകരുടെ വിഷയത്തില്, മലയോര മേഖലയിലെയും ആളുകളുടെ കാര്യത്തില് എക്കാലത്തും ഈ സർക്കാർ വന്നതിന് ശേഷം ജനവിരുദ്ധ നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒരു ഹരാസ് ചെയ്യുന്നതിനും അവരുടെ ജീവിതം ദുസ്സഹമാക്കുന്നതിനും മാത്രം ഉപകരിക്കുന്നതാണ്, അല്ലാതെ ഫോറസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക്. ഇതൊന്നും എടുത്ത് പഠിക്കണം. ഇതാരെങ്കിലും നിങ്ങൾ മാധ്യമങ്ങൾ ഒന്ന് പരിശോധിച്ച് പഠിക്കണം. മലയോര മേഖലയിൽ നിന്നും കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ 5-10 വർഷത്തിനിടയിൽ എന്തോരം പേര് കുടിയിറങ്ങിയിരുന്നു. അപ്പൊ ഇതൊരു ഫോറസ്റ്റ് കവർ വർദ്ധിപ്പിക്കാൻ വേണ്ടി, ഫോറസ്റ്റ് ഏരിയ വർദ്ധിപ്പിക്കാൻ വേണ്ടി ധാരാളം ഫണ്ട്സ് അവൈലബിൾ ആണ്. ഫോറസ്റ്റ് കവർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അജണ്ടയിൽ പിണറായി വിജയൻ സർക്കാർ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു എന്ന് തന്നെയാണ് ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുക. മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകന്റെ അവകാശാധികാരങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി അരിഞ്ഞ് വീഴ്ത്തി അവനെ നിസ്സഹായനും അവനെ ദുർബലനുമാക്കി അവിടെ നിന്ന് ഇറക്കി വിടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ കണ്ടുകൊടുപ്പെടുത്തുന്നു എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് സംശയിക്കേണ്ടി വരും. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ ഫോറസ്റ്റ് ഉള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. പക്ഷെ ഈ നിലയിൽ അപ്പൊ ഇതിന്റെ ദുരിതം പേറേണ്ടി വരുന്നത് ഈ മലയോടും കാടിനോടും ഒക്കെ മല്ലിട്ട് തലമുറകളായി അവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുടിയേറ്റ കർഷകനാണ്. അവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ചോദ്യങ്ങൾ ഉയരേണ്ട ഒരു സമയം.